എനിക്ക് പിന്നിലുള്ള ഈ സീൻ കണ്ടോ? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടി നടക്കുകയാണ്. വയലാറിൻ്റെ രക്തസാക്ഷി മണ്ണിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെ CPIയുടെ സംസ്ഥാന സമ്മേളനത്തിന് ഭാഗമായുള്ള ദീപശിഖ പ്രയാണത്തിന് തുടക്കം കുറിക്കുകയാണ്. ഇതിൻ്റെ ഒരു രസം എന്ന് പറയുന്നത്, സാധാരണ നമ്മൾ പഴയ കാലത്ത് കാണുന്ന, അതല്ലെങ്കിൽ സിനിമ ലൊക്കേഷനുകളിൽ മറ്റും കാണുന്ന തരത്തിലുള്ള ഒരു സ്ഥലത്താണ് ഈ ചടങ്ങ് നടക്കുന്നത്. ഒരു വലിയ ആൽമരത്തിൻ്റെ ചുറ്റും, അതിൻ്റെ ആൽമരത്തിൻ്റെ സറൗണ്ടിങ്ങായി കുറച്ച് കസേരയിട്ട് CPIയുടെ സഖാക്കളിരുന്ന് ഈ പരിപാടി കാണുന്നു. ആൽമരത്തിൻ്റെ തണലേകി തന്നെ വേദി ഒരുക്കിയിരിക്കുന്നു. മുകളിൽ കുറേ മരങ്ങൾ, മാവിൻ്റെ കൊമ്പുകളും പുളിയുടെ കൊമ്പുകളും ആൽമരത്തിൻ്റെ ഇലകളുമൊക്കെ തണലേകുന്ന തരത്തിലാണ് ഇവിടെ വേദിയും ഒരുക്കിയിരിക്കുന്നത്. ഇന്ന് CPIയുടെ സംസ്ഥാന സമ്മേളനത്തിൻ്റെ ദീപശിഖ പ്രയാണം വയലാറിൻ്റെ മണ്ണിൽ നിന്ന് തുടങ്ങുകയാണ്. ഇവിടുന്ന് നേരെ പുന്നപ്രയിലേക്കാണ് പോകുന്നത്. അത് നാളെയാണ്. ഇന്ന് പുന്നപ്രയിലെത്തും. നാളെയാണ് സംസ്ഥാന പ്രതിനിധി സമ്മേളനം ഔദ്യോഗികമായി തുടങ്ങുന്നത്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചടങ്ങുകൾ ഇവിടെ നടക്കുകയാണ്. ഭയങ്കര രസമുള്ള ഒരു പഴയ കാലത്തേക്ക് നമ്മളെ തിരിച്ചു കൊണ്ടുപോകുന്ന തരത്തിലുള്ള ഒരു വേദിയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. മന്ത്രി P. പ്രസാദ് ഈ ചേർത്തല മണ്ഡലത്തിലാണുള്ളത്. പ്രസാദ് അടക്കമുള്ള ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നുമുണ്ട്. ഞങ്ങളിങ്ങനെ പറയായിരുന്നു, ഈ പഴയ സിനിമ സീനൊക്കെ ഓർമ്മിപ്പിക്കുന്നു. അതെ, ഈ പഴയ ഈ മരത്തിന്റെ ചുവട്ടിൽ വേറെ മറ്റ് ഒന്നുമില്ലാതെ തന്നെ അതിന്റെ ഒരു പ്രകൃതിയുടെ ഒരു ഭംഗി നല്ലവണ്ണം വിനിയോഗിക്കത്തക്ക തരത്തിൽ വേണം ഞങ്ങൾ ഈ പരിപാടി അറേഞ്ച് ചെയ്യണമെന്ന് തീരുമാനിച്ചു. അങ്ങനെയാണ് മറ്റു മുകളിൽ വേറെ ഒന്നും ഇല്ലാതെ, തട്ടൊന്നും ഇടാതെ തന്നെ ഒരു സ്റ്റേജൊക്കെ ക്രമീകരിച്ചത്. അപ്പോൾ ഈ മരത്തിനോടൊപ്പം ചേർന്ന് നിന്ന് ഇവിടുത്തെ ഒരു പ്രകൃതി ഭംഗിയുടെ ആ ഒരു പ്രത്യേകത കൂടി കണക്കിലെടുത്തുകൊണ്ടായിരിക്കും വേദിയും സദസ്സും ഞങ്ങൾ തയ്യാറാക്കുക. ആ മരച്ചുവട്ടിൽ ഒന്നിച്ചു കൂടിയിരുന്ന് ഒരു വർത്തമാനം പറയുന്നത് പോലെ തന്നെയാണ് ആ മീറ്റിംഗ് ഞങ്ങളിപ്പോൾ ഇവിടെ. ഫാൻ വേണ്ട, ടാർപ്പായ ഇല്ല, ഫാൻ ഉണ്ടായിരുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പൊ അതിന്റെ ഒരു അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന് വയലാറിലെ പാർട്ടി സഖാക്കളും തീരുമാനിച്ചു. അങ്ങനെ തന്നെ വേണം. ഞങ്ങളിരിക്കുന്ന വേദി നോക്കിയപ്പം വേദിക്ക് തണലേകുന്നത് ആൽമരത്തിന്റെ ഇലകളും തൊട്ടപ്പുറത്തേക്കുന്ന മാവിന്റെ കൊമ്പുപോലെ, ആ മാവും ഈ ആലും എല്ലാമാണ്. ആ ഒരു രീതിയിൽ തന്നെയാണ് ഈ മീറ്റിംഗ് ഞങ്ങൾ അറേഞ്ച് ചെയ്തത് തന്നെ. അപ്പോൾ നമ്മുടെ സഹാക്കളിൽ ആ മരത്തിന്റെ വീട്ടിലിരിക്കുന്നു, അവർ ആ കാര്യങ്ങളെല്ലാം കേൾക്കുന്നു, ഞങ്ങൾ പറയുന്നു, കേൾക്കുന്നു. ആ തരത്തിലാണ് മീറ്റിംഗ് ഞങ്ങൾ സംഘടിപ്പിച്ചത്. അതുകൊണ്ട് ഇത് വെട്ടാതെ എപ്പോഴും ഇവിടെ സൂക്ഷിച്ച് നിർത്തിയിട്ടുണ്ട്. മണ്ഡലം കൂടിയാണ്, എന്റെ മണ്ഡലം കൂടിയാണ്. വയലാറടങ്ങുന്ന വയലാറും മേനാശ്ശേരിയും എല്ലാം അടങ്ങുന്ന ഒരു മണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ കഴിഞ്ഞു എന്നുള്ളതൊരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ഒരു ചെറിയ കാര്യമൊന്നുമല്ല. വയലാർ അത്രമേൽ പ്രത്യേകതയുള്ളൊരു മണ്ണല്ലേ. ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റുകാരല്ലാത്തവർ പോലും ഒക്ടോബർ 27 ആകുമ്പോൾ ഈ വയലാർ രക്തസാക്ഷി വാരാചരണത്തിന്റെ ഭാഗമായ പരിപാടിയിൽ പങ്കാളികളാവുന്നവരാണ്. എല്ലാ വീടുകളിലും വന്ന് ഭക്ഷണം ഉണ്ടാകും. ആര് വന്നാലും അവർക്ക് വേണ്ടി ഭക്ഷണം തയ്യാറാക്കി വെച്ചിരിക്കും. അപ്പോൾ അതൊരു വലിയ പ്രത്യേകത. ഞാൻ വേറെ എങ്ങും, കേരളത്തിൽ തന്നെ വേറെ എങ്ങും കണ്ടിട്ടില്ലാത്ത ചില ഉത്സവങ്ങളൊക്കെ നടക്കുമ്പോൾ കാണുന്നത് പോലെയാണ് വയലാറിൽ ഒക്ടോബർ മാസം 27 എന്ന് പറയുന്നത്. അത്രമേൽ ആ ഒരു ജനത അവരുടെ ഹൃദയത്തോടൊപ്പം ചേർത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു മണ്ണ്. അനകാശയിൽ എന്നൊരു കൊച്ചു പയ്യനാണ് രക്തസാക്ഷിയായിത്തീരുന്നത്. അത് മേനാശ്ശേരിയിലാണ്. വയലാർ സമരത്തിലെ ഒരുപാട് നേതാക്കന്മാരുടെ കാര്യം പറയുമ്പോൾ അനകാശയൻ എന്നുള്ളത് നമുക്ക് ആവേശം പകർന്നു നൽകുന്ന ഒരു ഇത് തന്നെയാണ്. അത് അത്രമേൽ ഞാനൊക്കെ ഒരു സ്കൂൾ കാലത്ത് തന്നെ അനകാശയന്റെ പേര് കേട്ടിങ്ങനെ ത്രസിച്ചിരുന്നതാണ്. ഇന്ന് എനിക്ക് ആ പേര് കേൾക്കുമ്പോൾ അങ്ങനെ ആവുന്നുണ്ട്. ആ പ്രദേശത്തെ പ്രതിനിധാനം ചെയ്യാൻ അവസരം കിട്ടുക എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണ്. കഴിഞ്ഞ ദിവസം ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് പിള്ളേർ. അത് ഒരു കർഷക കുടുംബമല്ലേ. അപ്പൊ അവരുടെ ഒരു സന്തോഷത്തിൽ നമ്മൾ കൂടി പങ്കാളിയാവുകയാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോഴാണ് അറിയുന്നതല്ല. നമ്മൾ പിന്നെ മാറി നിൽക്കുക, സ്റ്റെപ്പൊക്കെ പെട്ടെന്ന് പഠിച്ചെടുക്കുന്നു. ഇല്ല, അത് അവർ കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് കാരണം. അപ്പൊ നമ്മുടെയൊക്കെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടാവും ഇതൊക്കെ ചെയ്യുമ്പോൾ. നമ്മളും പണ്ടതൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പിന്നെ ഇതൊന്നും നമുക്കൊന്നും ഒക്കില്ല നമ്മളിങ്ങനെ മാറി നിൽക്കുകയാണ്. അതൊക്കെ അതൊരർത്ഥത്തിലൊരു അഭിനയമാണതെല്ലാം. അപ്പൊ അത് ചെയ്തു കഴിഞ്ഞാൽ എങ്ങനെയാവുമെന്നോ. മിക്കവാറും നിങ്ങൾ ഈ പോലെ മാധ്യമപ്രവർത്തകരാണ് ഞങ്ങൾ രാഷ്ട്രീയക്കാരെ കൂടുതൽ അഭിനയിപ്പിക്കുന്നത്. നമ്മളെന്തെങ്കിലും പറയാനുള്ളത് പറഞ്ഞാൽ മോശമായി തീരുമോ എന്നുള്ളൊരു ഭയം. നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ, നമ്മളങ്ങനെ ഡാൻസ് കളിക്കാൻ പാടുണ്ടോ, ഒരു പാട്ട് പാടിയാൽ മോശമാകുമോ, ഏതെങ്കിലും തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലോ മറ്റു മാധ്യമങ്ങളിലോ നമ്മളെ ഇതിനും കളിയാക്കുമോ, ഇങ്ങനെ ഒരു ഭയം. അതുകൊണ്ട് എല്ലാവരും ചിരിക്കേണ്ട പുസ്തകത്തിൽ ചിരിക്കാതിരിക്കുക, കരയേണ്ട പുസ്തകത്തിൽ കരയാണ്ടിരിക്കുക. അങ്ങനെ ഏറെക്കുറെ നമ്മളല്ലാതായി രാഷ്ട്രീയക്കാരെ ഏറ്റവും കൂടുതൽ അഭിനയിപ്പിക്കാൻ ഇപ്പൊ പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഒരർത്ഥത്തിൽ മാധ്യമങ്ങൾ കൂടിയാണെന്ന് പറയേണ്ടി വരും. അപ്പം മന്ത്രിയോട് സംസാരിച്ചപ്പോഴാണ് അക്കാര്യം മനസ്സിലായത്. ഇത് അവിചാരിതമായി സംഭവിച്ചതല്ല. ഇവർ നേരത്തെ തന്നെ ഇങ്ങനെ ഒരു വേദി ഇടണം, അവിടെ പരിപാടി നടത്തണമെന്ന് തീരുമാനിച്ചുറപ്പിച്ച് പരിപാടി നടത്തിയാണ്. അതിന്റെ ഒരു രസം കണ്ടില്ലേ, ആ ഫ്രെയിമിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ
നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്ന ഒരു ഫ്രെയിമാണ് ഇവിടെ ഉണ്ടായിരുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു പ്രസാദിനൊപ്പം റിപ്പോർട്ടർ റഹീസ് റഷീദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.